Good afternoon, all. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. ഇപ്പൊ നമ്മള് ഫ്രണ്ട് ഓഫീസിന്റെ അശ്വതി മിസ്സായിരുന്നു അല്ലെ, ഒരു ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്പൊ മിസ്സിന്റെ അവസരത്തിന് നെക്സ്റ്റ് ഇത് തുടങ്ങി ഞാനായിരിക്കും. ഓക്കെ, നിങ്ങൾ എങ്ങനെ അത്യാവശ്യം ഫ്രണ്ട് ഓഫീസ് കവർ ചെയ്ത് കഴിഞ്ഞു? ഒരുമാതിരി നമുക്ക് വായിച്ചു നോക്കിയായിരുന്നു കഴിഞ്ഞ ടേമില് എടുത്തായിരുന്നു. എന്തെങ്കിലും ടെസ്റ്റ് എടുത്തത് എവിടെ വരെയാ? Good afternoon. Do you know why customer leave? ഓക്കെ, കസ്റ്റമർ ലീവ് അത് തന്നെയാണല്ലേ, അവിടെ വരെയാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ തുടങ്ങാം. അതായത് ഫ്രണ്ട് ഓഫീസ് നിങ്ങൾ കണ്ടായിരുന്നു അല്ലേ, അവിടെയുള്ള റിസപ്ഷനിസ്റ്റിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറുകളൊക്കെ പ്രധാനമായിട്ടാണ് ആദ്യം ഇതിലേക്ക് നിർവഹിച്ചത്. പ്രധാനമായിട്ടും നമുക്കറിയാം റിസപ്ഷനിസ്റ്റ് എന്താണ്, അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ള കഴിവുകൾ ഉണ്ടായിരിക്കണം അല്ലെ, ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ട്. റിസപ്ഷനിസ്റ്റിന്റെ മുമ്പിൽ വരുന്ന പല ടാസ്കുകൾ ഉണ്ടാവും. എന്റെ പേര് സോളി. ഓക്കെ, ഞാൻ ഇത്ര സ്പീഡ് കൂടുകയോ പറഞ്ഞത് മനസ്സിലാകാതെയോ. അശ്വതി മിസ്സിന്റെ ഒരു ചെറിയ എന്താണ് ടൈം ടേബിളിൽ ഒരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം തുടങ്ങി എന്നോടാണ് കേറാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതോ റിപ്പീറ്റ് ചെയ്ത് പറയണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജുകൾ അയക്കാം. എന്തെങ്കിലും ക്ലിയർ ആവാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് പോകാം. ഓക്കെ, എന്തെങ്കിലും വേറെ ചോദിക്കാനുണ്ടോ? ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചധികം കവർ ചെയ്യാനുണ്ട് ഈ വിഭാഗത്തിൽ തന്നെ. കുറച്ച് പോർഷൻസ് നെയിം ഒന്നുകൂടെ. ഓക്കെ, സോളി, SOLY, സോളി. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ക്ലാസ് മൂവ് ചെയ്യാം. കുറച്ചധികം പോർഷൻ ഭാഗം എടുത്ത് തീർക്കാറുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കുക. ക്ലിയർ ആയില്ലെങ്കിലും ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാവുന്നതാണ്. അപ്പോ എന്താണ് ടീച്ചർ പറഞ്ഞു നിർത്തിയത് അല്ലെ, എന്താണ് കൂടുതലായിട്ട് കസ്റ്റമേഴ്സ് ലീവ് ചെയ്ത് പോയ കാര്യങ്ങളാണ് കൂടുതലായിട്ട് പറഞ്ഞു നിർത്തിയത്. ടീച്ചർ നമ്പർ നിങ്ങൾ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്റെ ഇതിലുള്ളത് ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. എന്റെ പേര് സോളി. പേരെന്നത് പുതിയ ഇതായത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മള് എന്താണ് ഫ്രണ്ട് ഓഫീസ് നമുക്കറിയാം, ഏത് ഹോസ്പിറ്റൽ ആണെങ്കിലും സ്കൂൾ ആണെങ്കിലും എവിടെയാണെങ്കിലും അല്ലെ, ഒരു എൻക്വയറിക്ക് വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം അഭിമുഖീകരിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫ്. അപ്പൊ ആ സ്റ്റാഫിൽ നിന്നാണ് സാധാരണയായിട്ട് കസ്റ്റമേഴ്സ്, ഇൻ കേസ് ഹോസ്പിറ്റലാകുമ്പോൾ നമുക്കറിയാം പേഷ്യൻസ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഗസ്റ്റുകളൊക്കെ ആയിരിക്കും ഇൻഫോർമേഷൻസ് പൊതുവെ ഈ റിസപ്ഷനിസ്റ്റിൽ നിന്നും ആവശ്യപ്പെടുന്നത്. അതനുസരിച്ചിട്ട് ഇൻഫോർമേഷൻസ് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവർക്ക് അവരുടെ കാര്യങ്ങളെ കൃത്യമായിട്ട് എന്താണ് ഏത് രീതിയിലേക്കാണ് മൂവ് ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ അതില് പല കാര്യങ്ങളും നിങ്ങൾ ഡിസ്കസ് ചെയ്ത് പോയി. ഇനി നമുക്ക് എടുക്കാനുള്ളത് എന്താണ്, കസ്റ്റമർ 1 and 2. പൊതുവെ നമ്മൾ ഹോസ്പിറ്റലാകുമ്പോൾ പേഷ്യൻസ് എന്താണ് ആഗ്രഹിക്കുന്നത്, തീർച്ചയായിട്ടും അവിടെ വരുന്ന പേഷ്യൻസ് നമുക്കറിയാം, പേഷ്യൻസ് ആകുമ്പോൾ അവർക്ക് എന്തായാലും ഒരു അൺവെൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് പൊതുവെ ഒരു ചെല്ലാറ് അല്ലെ. കേസ് ചിലപ്പോൾ ചില ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടൊക്കെ അറിയാനായിട്ടും പേഷ്യൻസ് പോവാറുണ്ട്. പക്ഷെ കൂടുതലായിട്ട് നമുക്കറിയാം പേഷ്യൻസ് ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുന്നത് പൊതുവെ നമ്മുടെ അസുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയായിരിക്കും. അപ്പൊ അവരെങ്ങനെയാണ് അസുഖത്തിനോട് കൂടി ആയിരിക്കുമ്പോൾ അവരുടെ അവര് ചിലപ്പോ ആകാംക്ഷഭരിതരായിരിക്കും, എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ട് ഉത്കണ്ഠ ഉള്ളവരായിരിക്കും.
ചിലപ്പോൾ എന്താണ് വേദന കൊണ്ടൊക്കെ ഇംപേഷ്യന്റ് ആയിരിക്കും അല്ലെ, അക്ഷമരായിരിക്കും. അങ്ങനെ വ്യത്യസ്ത ആറ്റിറ്റ്യൂഡിലായിരിക്കും പേഷ്യൻസ് എല്ലാവരും തന്നെ എന്താണ് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിസപ്ഷനിസ്റ്റിന്റെ മുമ്പിൽ എത്തുന്നത്. അപ്പൊ അവര് പൊതുവെ എന്തൊക്കെ ആഗ്രഹിക്കും, എന്തായിരിക്കും ആഗ്രഹിക്കുക? നിങ്ങളൊന്ന് മെസ്സേജ് അയക്കാമോ? എന്തായിരിക്കും ആഗ്രഹിക്കുക? നമ്മളെ കേൾക്കാൻ പറ്റുന്ന അല്ലെ, ആ ഒരു പേഷ്യന്റ് കസ്റ്റമറിനെ കേൾക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമായിരിക്കണം. അതല്ലെങ്കിൽ നമ്മൾക്ക് കൃത്യമായിട്ട് തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു തരാൻ പറ്റുന്ന വ്യക്തിയായിരിക്കണം. അങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, കെയർ ആയിരിക്കണം, ക്ലിയർ. ഓക്കെ, ഡൗട്ടുകളെല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള കുറെ ഇതോട് കൂടിയിട്ടായിരിക്കും എത്തരത്തിലുള്ള ഈ പേഷ്യൻസുകളെല്ലാം അവരെ സമീപിക്കുന്നത്. അത് തന്നെയാ പറയുന്നത്, അവ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്? ഗ്രീറ്റ് അല്ലെ, ഒരു നല്ല വെൽക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട്. പൊതുവെ നമുക്കറിയാം അല്ലെ, റിസപ്ഷനിസ്റ്റ് പൊതുവെ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞിട്ടായിരിക്കും ഓരോ പേഷ്യൻസിനെയും വെൽക്കം ചെയ്യുന്നത്. ദെൻ വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്, അവിടെ ഉള്ള ആ ഒരു പേഷ്യന്റ് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഓരോ പേഴ്സണെയും ഒരു വില കൽപ്പിക്കണം അല്ലെ. നമ്മളിപ്പോ റിസപ്ഷനിസ്റ്റിന്റെ ടാസ്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടാവും. ഒരുപക്ഷെ മുമ്പേ ഇരിക്കുന്ന വ്യക്തികൾക്ക് ഇൻഫോർമേഷൻസ് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടാവും. അതല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്ത് എന്തെങ്കിലും സിസ്റ്റത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനെയും അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടാവും. പക്ഷെ ഉള്ള അല്ലെ, ഫ്രണ്ടിലിരിക്കുന്ന വ്യക്തി അവർക്കൊരു ശ്രദ്ധ എന്തായാലും അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ, ഏതൊരു കസ്റ്റമറും അവരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് എന്തായാലും ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പൊ ആ ഒരു ആഗ്രഹം ആണ് പറയുന്നത് വാല്യൂ, അവർക്കൊരു വില കൽപ്പിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഹെൽപ്പ്. അതായത് വരുന്ന റിസപ്ഷനിസ്റ്റിന്റെ മുമ്പിൽ വരുന്ന വ്യക്തിക്ക് ചിലപ്പോൾ നമുക്കറിയാം ചില ഡോക്ടേഴ്സ് ഏത് ഡോക്ടറെ കാണണമെന്ന് പോലും ചിലപ്പോൾ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥയിലായിരിക്കും വരുന്നത് അല്ലെ. ആരെ കാണണം, എവിടെയാണ് കാണേണ്ടതെന്നൊന്നും കൃത്യമായിട്ട് തന്നെ അവർക്ക് നേരത്തെ കൂട്ടി നിശ്ചയിക്കാൻ പറ്റാതെയായിരിക്കും വരുന്നത്. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് എന്താണ് അസുഖം അല്ലെ, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇന്ന ഡോക്ടറെ കാണാം, അല്ലെങ്കിൽ കാർഡിയോളജി വിഭാഗത്തിനെ കാണാം, അല്ലെങ്കിൽ ന്യൂറോളജി വിഭാഗത്തിനെ കാണാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേറെ എന്തെങ്കിലും കാര്യം അല്ലെ, ലാബിനെ കുറിച്ചിട്ട് ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ എക്സ്റേയുമായി ബന്ധപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലും സ്കാനുകളെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുമ്പോഴും കൃത്യമായിട്ട് അവരെന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശത്തിനനുസരിച്ചിട്ട് തന്നെ മറുപടി കൊടുക്കാനായിട്ട്, ഒരു സഹായം കൊടുക്കാനായിട്ട് തയ്യാറാകണം. അത് തീർച്ചയായിട്ടും ഓരോ പേഷ്യന്റ് അല്ലെങ്കിൽ കസ്റ്റമർ ആഗ്രഹിക്കുന്നുണ്ട്. ലിസൺ, അത് തന്നെയാണ് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അവര് വില കൽപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞ മാതിരി തന്നെ അവര് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കാനായിട്ടുള്ള ഒരു മനോഭാവം അല്ലെ. ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, അവര് ഓരോ കസ്റ്റമറെ ചിലപ്പോൾ എന്താണ് ക്ഷീണിതരായിരിക്കും, അതല്ലെങ്കിൽ വേദന കൊണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോ അവർ പറയുന്ന കാര്യങ്ങൾ എത്ര എന്താണ് നമുക്ക് മനസ്സിലാവാത്ത രീതിയാണെങ്കിൽ കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെ ലിസൺ ചെയ്ത് തന്നെ കേൾക്കാനായിട്ടുള്ള ഒരു മനോഭാവം ഈ വ്യക്തികൾ, ഈ ഓരോ കസ്റ്റമറും ആഗ്രഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? ഇൻവൈറ്റ് ബാക്ക്. അതായത് തിരിച്ചും അല്ലെ അവരെ വരാനായിട്ടുള്ള ഒരു പ്രോത്സാഹനം. തീർച്ചയായിട്ടും നമ്മള് ഒരു കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവുന്നത് എങ്ങനെയാണ്? അവരുടെ ആഗ്രഹങ്ങളെല്ലാം, അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തീർത്തും അവർക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കഴിയുമ്പോൾ എന്താണ്, അവർക്ക് വീണ്ടും ആ ഹോസ്പിറ്റലിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അല്ലെ. ഇൻവൈറ്റ് ബാക്ക്. അപ്പൊ തിരിച്ചും നിങ്ങൾക്ക് ഇവിടെ സമീപിക്കാം, ഞങ്ങളുടെ സേവനങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു ടെൻഡൻസി കൂടി അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുക എന്നുള്ളതും റിസപ്ഷനിസ്റ്റിൽ നിന്നും അവരെ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ് വാല്യൂ, എന്താണ് ഗ്രീറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്, എന്താണ് ഹെൽപ്പ് കൊണ്ട് ഉദ്ദേശിച്ചത്, ലിസൺ ചെയ്യണമെന്ന് എന്താണ് മീൻ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ പറഞ്ഞു നിന്ന് വെറുതെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഏരിയാസ് കമ്മിങ് അണ്ടർ ഫ്രണ്ട് ഓഫീസ് ഓർ ഔട്ട് പേഷ്യന്റ് ഏരിയ. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് നമ്മൾ ഇതേമാതിരി ഈ ഒരു റിസപ്ഷനിസ്റ്റ് അല്ലെ, ഫ്രണ്ട് ഓഫീസ് എന്നുള്ള ഒരു വിങ് അത് ഏതൊക്കെ ഏരിയയിലേക്കാണ് സാധാരണയായിട്ട് ഉണ്ടാകാറുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെ ഏരിയയിലാണ് ഫ്രണ്ട് ഓഫീസ്
നമുക്കറിയാം ഇപ്പൊ ഏതൊരു സ്ഥാപനം അല്ലെ, ഒരു സ്കൂളാണെങ്കിലും ഹോസ്പിറ്റൽ ആണെങ്കിലും ഏതൊരു ഫേം ആണെങ്കിലും ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെ എന്താണ് ഒരു ഫ്രണ്ട് ഓഫീസിന്റെ ഒരു വിങ് ഉണ്ടാകും. പൊതുവെ നമുക്കറിയാം ഹോസ്പിറ്റൽ ആവുമ്പോൾ അവിടെ വ്യത്യസ്ത ഒരു മേഖലകളിലും ഇത്തരത്തിലുള്ള റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടികൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഏതൊക്കെയെന്ന് നോക്കാം. മെയിൻ റിസപ്ഷൻ, ദെൻ കൺസൾട്ടേഷൻ റൂം, ഡയഗ്നോസ്റ്റിക്, അങ്ങനെ 3 ഇതായിട്ട് തിരിച്ചേക്കുകയാണ്. നമുക്കറിയാം വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ അല്ലെ, ജനറൽ വലിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും അല്ലെ. കാർഡിയോളജി ആണെങ്കിലും ന്യൂറോളജി ആണെങ്കിലും നെഫ്രോളജി, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റും കൂടിയിട്ടായിരിക്കും വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താണ് ഒരു മെയിൻ റിസപ്ഷൻ ഉണ്ടാവും അല്ലെ. മെയിൻ ആയിട്ടുള്ള വലിയ ഹോസ്പിറ്റലിന് ഒരു മെയിൻ റിസപ്ഷൻ ഉണ്ടാവും. നമുക്കറിയാം ആ റിസപ്ഷനിസ്റ്റ് സാധാരണയായിട്ട് ആ റിസപ്ഷനിൽ വരുന്ന എൻക്വയറീസിൽ വരുന്ന വ്യക്തികളുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുക, അവരുടെ എന്താണ് ആവശ്യപ്പെടുന്നത് ആ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മറുപടികൾ കൊടുക്കുക, അങ്ങനെ പ്രധാനപ്പെട്ട ഡ്യൂട്ടികളാണ് അവര് ചെയ്തുകൊണ്ട് പോകാറ് അല്ലെ. ഇതേമാതിരി തന്നെ കൺസൾട്ടേഷൻ റൂമുകൾ നമുക്കറിയാം. ഓരോ ഡോക്ടേഴ്സ് ഇൻ കേസ് നമ്മളൊരു ക്ലിനിക്കൽ ടെൻഡൻസി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഓരോ ഡോക്ടേഴ്സിന്റെ വിങ്ങില് എന്താണ് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് പ്രൈവറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇതില് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എന്താണ് അവര് ഈ ഒരു കൺസൾട്ടേഷൻ റൂമുകളിലെല്ലാം തന്നെ ഈ ഒരു പേഷ്യൻസ് കസ്റ്റമേഴ്സിന്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ഒരു റിസപ്ഷനിസ്റ്റിന് അപ്പോയിന്റ്മെന്റ് കൊടുക്കും. എന്താണ് അത് അവരായിരിക്കും ഈ റിസപ്ഷനിസ്റ്റ് ആയിരിക്കും അല്ലെ. എല്ലാ കസ്റ്റമേഴ്സിന്റെയും കാര്യങ്ങളും അതിന്റെ അനുസരിച്ചിട്ടുള്ള ടൈമും ഷെഡ്യൂൾ, ഡോക്ടറെ കാണാൻ പറ്റുന്ന ടൈമും ഷെഡ്യൂളും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തി റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൺസൾട്ടേഷൻ റൂമുകൾക്ക് വേണ്ടി ഓരോ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ചിട്ട് ഓരോ ഡോക്ടേഴ്സിന്റെ ഓരോ പൊസിഷനും ക്ലിനിക്കും അനുസരിച്ചിട്ട് തന്നെ ഇത്തരത്തിലുള്ള റിസപ്ഷനിസ്റ്റിന്റെ ഫ്രണ്ട് ഓഫീസിന്റെ ഏരിയാസ് ഉണ്ടാവാം. ഡയഗ്നോസ്റ്റിക് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അല്ലെ, അത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോ ECG, എക്കോ, MRI, CT സ്കാൻ ഇതൊക്കെ നമുക്ക് അറിയാം. നിങ്ങൾ മെസ്സേജ് ഇപ്പോ ആർക്കെങ്കിലും അറിയാമെങ്കിൽ തന്നെ അതിൽ ഞാൻ എന്തായാലും അതിന്റെ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. എന്താണ് ECG? അപ്പൊ മറ്റുള്ളവർക്ക് നോട്ട് ചെയ്യണമെങ്കിൽ എളുപ്പത്തിൽ നോട്ട് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ്. എന്താണ് ECG? ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ആണ്. ചിലപ്പോഴെങ്കിലും റയർ ആയിട്ടെങ്കിലും ഇതൊക്കെ അല്ലേ നമ്മളെ ഫുൾ ഫോമുകൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചെറുതായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് ECG? എന്താണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ്? ഓക്കെ, ഒരാള് ടൈപ്പ് ചെയ്തായിരുന്നു. അപ്പൊ നോട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് നോട്ട് ചെയ്ത് പോകാം. ECG എന്ന് പറയുന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എടുക്കുന്നത്? ഹേർട്ടിന്റെ ഫംഗ്ഷന്റെ കാര്യങ്ങളൊക്കെ അല്ലെ, ഹേർട്ടിന്റെ പ്രവർത്തനത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ ആ രോഗനിർണയം. ഓക്കെ, അതിനു വേണ്ടി തന്നെയാണ് ECG എടുക്കുന്നത്. then എക്കോ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ഹേർട്ടിനെ സംബന്ധിച്ച് തന്നെ ഒരു ടെസ്റ്റ് ആണ്. എന്താണ് എക്കോ കാർഡിയോഗ്രാഫി അല്ലെ. എക്കോ കാർഡിയോഗ്രാഫി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്കോ കാർഡിയോഗ്രാഫി ആർക്കെങ്കിലും അല്ലെ മെസ്സേജ് അയക്കാൻ പറ്റുന്നവരെ അയച്ചുകൊണ്ടിരിക്കുക. കാരണം മറ്റുള്ളവർക്കും കൂടി അത് ഉപകാരമായിരിക്കും. ചിലർക്കെങ്കിലും അത് എഴുതിയെടുക്കാനായിട്ട് അല്ലെ എളുപ്പമായിരിക്കും. ഓക്കെ, എക്കോ കാർഡിയോഗ്രാഫി. അതിന് മറ്റൊരു പേരുണ്ട് ഡയഗ്നോസ്റ്റിക് കാർഡിയാക് അൾട്രാസൗണ്ട്. അതായത് ഡയഗ്നോസ്റ്റിക് കാർഡിയാക് അൾട്രാസൗണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അല്ലെ, നമ്മുടെ സൗണ്ട് വേവ്സ് ഉപയോഗിച്ചിട്ടാണ് അതിൽ നിന്ന് അല്ലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ജന്മന എന്തെങ്കിലും വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്കോ ടെസ്റ്റിന് വിധേയമാക്കാനൊക്കെ ആയിട്ട് സാധാരണ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കാറ്. നമുക്കറിയാം ECG എന്ന് പറയുന്നത് ഒരു ഹേർട്ടുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് എക്കോയും ഉള്ളത്. ദെൻ എക്കോ ടെസ്റ്റും ECG എന്ന് പറയുമ്പോൾ എക്കോ കാർഡിയോഗ്രാഫി, ദെൻ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ആണ്. എക്കോ എന്ന് പറയുന്നത് എക്കോ കാർഡിയോഗ്രാഫി, ദെൻ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ആണ് ECG എന്ന് പറയുന്നത്. മാറിപ്പോവരുത്. ഓക്കെ, ദെൻ വീണ്ടും ഉള്ളത് MRI സ്കാനും CT സ്കാനും ആണ് അല്ലെ. നമുക്ക് ഇത് ചെറിയ ചെറിയ പോയിന്റുകൾ കാണിക്കുന്നതാണ്. MRI സ്കാൻ എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് റെസോണൻസ് ഇമേജിംഗ്. ഓക്കെ, മാഗ്നറ്റിക് റെസോണൻസ് ഇമേജിംഗ് ആണ്. പൊതുവെ നമുക്കറിയാം ചില ഡോക്ടേഴ്സിനെ ചിലപ്പോഴല്ലേ ഏതെങ്കിലും റെസോണൻസ് ഇമേജിംഗ് ഒക്കെ ഇവിടെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്.
ചിലപ്പോഴൊക്കെ ഡോക്ടേഴ്സിനല്ലേ കൃത്യമായിട്ട് എവിടെയാണ് രോഗാവസ്ഥ എന്ന് അതിന്റെ ഒരു കാര്യം ഒരു പിക്ചർ എടുക്കാനായിട്ട് ഒരു ഇമേജ് എടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ അവരെന്താണ് മൊത്തത്തില് ഒരു ബോഡി ചെക്കപ്പിന് വിധേയമാക്കാനായിട്ട് പറയും. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോഴാണ് MRI സ്കാൻ നടത്തിയിട്ട് എവിടെയാണ് രോഗമെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് ഡോക്ടർക്ക് അല്ലെ ചികിത്സ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതേമാതിരി തന്നെ CT സ്കാൻ. CT സ്കാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? കമ്പ്യൂട്ടർ ടോമോഗ്രാഫി. കമ്പ്യൂട്ടർ ടോമോഗ്രാഫിയാണ് അതിന് CT സ്കാൻ എന്ന് പറയുന്നത്. ഇതെന്താണ്? നമുക്ക് മൊത്തത്തിൽ അല്ലെ ഏതെങ്കിലും സ്പെഷ്യൽ ഭാഗത്താണെന്ന് ഡോക്ടറിനെ ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ബ്രെയിനോ അങ്ങനെ എന്തെങ്കിലും ഭാഗം എന്നൊക്കെ കൃത്യമായിട്ട് കമ്പ്യൂട്ടർ ടോമോഗ്രാഫി. അപ്പൊ അത് ഏതെങ്കിലും ഒരു ഭാഗം എന്ന ഡോക്ടറിനെ ഡിസൈഡ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ മാത്രം അല്ലെ CT സ്കാൻ എടുത്തിട്ട് വന്നിട്ട് കൃത്യമായിട്ട് തന്നെ അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ രോഗാവസ്ഥ അല്ലെ ഏത് ഭാഗത്താണെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ MRI സ്കാനിന് വിധേയമാക്കാൻ പറയും. CT സ്കാൻ എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് അല്ലെ ഏതെങ്കിലും ഒരു ബ്രെയിന്റെ സ്കാനിങ്ങോ അല്ലെ ഏതെങ്കിലും ഒരു പൊസിഷൻ. എക്കോ എന്ന് പറയുന്നത് എക്കോ കാർഡിയോഗ്രാഫി. ഓക്കെ, ക്ലിയർ ആയോ? ECG, എക്കോ, MRI, CT സ്കാൻ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കളക്ഷൻ അല്ലെ ഡയഗ്നോസ്റ്റിക്കിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് എന്തെങ്കിലും രോഗനിർണയത്തിന് വേണ്ടിയിട്ടുള്ള പ്ലേസുകളിൽ എന്താണ് ഒരു റിസപ്ഷനിസ്റ്റിന്റെ വിങ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം ഓരോ പേഷ്യൻസും അവർ വന്നതും അവർക്ക് ആവശ്യമായിട്ടുള്ള സമയത്തിനനുസരിച്ചിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് അവർക്ക് ഇത്തരത്തിലുള്ള സ്കാനിങ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകാനൊക്കെ ആയിട്ടും എന്താണ് ഒരു റിസപ്ഷനിസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ ചിലപ്പോഴും നമുക്കറിയാം ചില ഇതല്ലേ നമ്മൾ ചെറിയൊരു ക്ലിനിക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ ഒരു പക്ഷേ ഇപ്പോ ലണ്ടൻ ക്ലിനിക് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവിടെയും ഒരു റിസപ്ഷനിസ്റ്റ് ഉണ്ടാകും. പക്ഷെ അവരെന്താണ് ചിലപ്പോ ഡോക്ടറിനെയും കൂടി അസിസ്റ്റ് ചെയ്യുന്ന രണ്ട് ജോലിയും കൂടി ചെയ്യും അല്ലെ. ഒരു റിസപ്ഷനിസ്റ്റ് ആയ പേഷ്യൻസിന് കൊടുക്കേണ്ട ഇൻഫോർമേഷൻസ് കൊടുത്ത് അവരുടെ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ചിലപ്പോൾ ഡോക്ടറിനോടൊപ്പം അസിസ്റ്റ് ചെയ്യുന്ന ഡ്യൂട്ടിയും കൂടി ചെയ്യുന്നുണ്ടാവും. അപ്പൊ മെയിൻ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുമ്പോൾ വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ വലിയ സ്ഥാപനങ്ങളൊക്കെ ആവുമ്പോൾ അവിടെ റിസപ്ഷൻ കൗണ്ടർ മാത്രമേ ഉള്ളൂ. അവിടെ പൊതുവെ എൻക്വയറി വിഭാഗങ്ങൾ അല്ലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം ചെയ്യുന്നുള്ളൂ. ദെൻ കൺസൾട്ടേഷൻ റൂമുകൾ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് സംഭവങ്ങളൊക്കെ ചിലപ്പോൾ നമുക്കറിയാം ഇത് ഒന്ന് രണ്ട് പ്രവർത്തനങ്ങൾ കൂടി ഒന്നിച്ച് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യുന്നതും ഉണ്ടാവും. ഇത്തരത്തിലുള്ള ECGയും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നതും ഒരേ പേഴ്സൺ ഒക്കെ ആയിരിക്കും. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ഡ്യൂട്ടികൾ ഇവരുമായിട്ട് ഉണ്ടാകാം എന്നുള്ളതാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. ഏരിയാസ് കമ്മിങ് അണ്ടർ ഫ്രണ്ട് ഓഫീസ് ഓർ ഔട്ട് പേഷ്യന്റ് ഏരിയ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ചോദിക്കാട്ടോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് അണ്ടർസ്റ്റാൻഡ് ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് എന്താണ് നമ്മുടെ ഒരു റിസപ്ഷനിസ്റ്റിന്റെ അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന വ്യക്തിയുടെ ചലഞ്ചസ് വെല്ലുവിളികളെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമല്ലേ എന്തൊക്കെ വെല്ലുവിളികളായിരിക്കും അവിടെ ഉണ്ടാവുക? എന്തെങ്കിലും വെല്ലുവിളികൾ ഉണ്ടാവോ? സാധാരണയായിട്ട് അല്ലെ നമ്മൾക്ക് അറിയാം വ്യത്യസ്ത പേഷ്യൻസിന് വ്യത്യസ്ത വികാരങ്ങൾ നിറഞ്ഞ വ്യക്തികളായിരിക്കും. അവർ വരുമ്പോൾ അവരെ മാനേജ് ചെയ്ത് അവരിൽ നിന്ന് ഡാറ്റാസ് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ്. നമ്മൾ കണ്ടായിരുന്നു ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ ഇംപേഷ്യന്റ് ആയിരിക്കും അല്ലെ, അവര് അക്ഷമരായിരിക്കും, വേദന കൊണ്ട് അവർക്ക് കൺട്രോളിംഗ് ഒന്നും ഇല്ലാത്തവരായിരിക്കും. ചിലപ്പോഴൊക്കെ എന്താണ് ഡിസോർഡർ ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും, അല്ലെങ്കിൽ വ്യത്യസ്ത അല്ലെ ഒരു ആകാംക്ഷയോ അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠയോ പേടിച്ചവരോ അങ്ങനെയൊക്കെയുള്ള ഒരു ഭീതിജനകമായ വ്യക്തികളൊക്കെ ആയിരിക്കുമ്പോൾ അവരിൽ നിന്ന് കുറച്ച് ഡാറ്റാസ് കളക്ട് ചെയ്യുക, ഇൻഫോർമേഷൻസ് അല്ലെ വിവരങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് എന്തിനു വേണ്ടിയിട്ടാണ് വ്യക്തി വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി എടുക്കാനായിട്ട് ചിലപ്പോൾ റിസപ്ഷനിസ്റ്റിന് ബുദ്ധിമുട്ടേണ്ടി വരും. അതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്, മാനേജിങ് പേഷ്യന്റ് ഇമോഷൻസ്. അതായത് അവരുടെ വികാരങ്ങളെ അതിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ്. Then handling call volume and maintaining phone etiquette. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു എന്താണ് വ്യത്യസ്ത ഇതുകളുള്ള അല്ലെ വികാരങ്ങളുള്ള പേഴ്സൺസ് ആണ്. ചിലപ്പോഴൊക്കെ അവര് അല്ലേ
എന്താ പറയണ ഒരു നമ്മൾക്കും കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഡിസോർഡർ ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആയിരിക്കും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലും എല്ലാം തന്നെ ഇവർക്ക് ഇവരുടെ ഡ്യൂട്ടി അല്ലെ, റിസപ്ഷനിസ്റ്റിന് അവരുടെ ഡ്യൂട്ടി നിർവഹിക്കേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും ഫോണുകൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഫ്രണ്ടിൽ വന്നിരിക്കുന്ന വ്യക്തികൾക്ക് ഇൻഫോർമേഷൻസ് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടാവും അല്ലെ. എല്ലാ ഡിപ്പാർട്ട്മെന്റിനും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പകർന്നു കൊടുക്കേണ്ടതുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഇടയ്ക്കൊക്കെ ഫോണിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരിക്കലും അല്ലെ ഭയങ്കര ലൗഡ് വോയിസിലോ അല്ലെങ്കിൽ പതുക്കെ സംസാരിച്ച് അവർക്ക് മനസ്സിലാവാത്ത രീതിയിലോ ഒന്നും ആവരുത്. ഫോണിന്റെ ആദ്യ മര്യാദകൾ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ മറ്റൊരു പേഴ്സൺ അല്ലെ, മറ്റൊരു റിസീവ് ചെയ്യുമ്പോൾ മറ്റൊരു തലത്തിലിരിക്കുന്ന പേഴ്സൺസിന് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഫോണിന്റെ മര്യാദകൾ അനുസരിച്ചിട്ട് തന്നെ പകർന്നു കൊടുക്കേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് എന്താണ്, മാനേജിങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ് ആൻഡ് പേഷ്യന്റ് ഫ്ലോ. നമുക്കറിയാം ഒരുപാട് തിരക്കുള്ള ടൈമുകളിൽ ഉണ്ടാവും അല്ലെ, ചില സീസൺ ബേസ്ഡ് ആയിട്ടുള്ള സമയങ്ങളിലൊക്കെ നമുക്കറിയാം ഒരുപാട് പേഷ്യൻസുകൾ ഉണ്ടാവും. വലിയ വലിയ ഹോസ്പിറ്റലും പേരുകേട്ട ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ എഡ്യൂക്കേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മര്യാദകൾ ഫോണിന്റെ ആ ഒരു മര്യാദ അനുസരിച്ചിട്ട് തന്നെ എഡ്യൂക്കേറ്റ്. ഓക്കെ, അപ്പൊ ആ ഒരു ഫോണിന്റെ ഇതനുസരിച്ചിട്ട് തന്നെ ഇപ്പൊ നമുക്ക് ചില സമയത്ത് ഇങ്ങനെ കുറെ നമുക്ക് തന്നെ അറിയാലേ, ചില നേരത്തെ ഇങ്ങനെ ഫോൺ ഭയങ്കരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ, ബെല്ലടിച്ചുകൊണ്ടിരിക്കും. ആ റിങ് കേട്ട് കഴിയുമ്പോൾ തന്നെ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടുന്ന പേഴ്സൺസിന് ചിലപ്പോൾ ആകെ ഒരു അല്ലെ ലോസരപ്പെടുത്തുന്ന ഒരു അവസ്ഥയായിരിക്കും. ചിലപ്പോൾ നമുക്കറിയാം നമ്മൾ റിസപ്ഷനിസ്റ്റ് അല്ലെ മൂല്യത്തില് മറ്റുള്ളവരോട് സംസാരിക്കുന്നതായിരിക്കും അപ്പുറത്ത് ഹാൻഡിൽ ചെയ്തിരിക്കുന്ന വ്യക്തികൾ കേൾക്കുന്നത്. അങ്ങനെയൊന്നും മര്യാദകളായിട്ട് കാണിക്കാൻ പാടില്ല. ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള മര്യാദകൾ അനുസരിച്ചിട്ട് തന്നെ അവർക്ക് ഇൻഫോർമേഷൻസ് പകർന്നു കൊടുക്കണം. നെക്സ്റ്റ് എന്താണ്, മാനേജിങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ് ആൻഡ് പേഷ്യന്റ് ഫ്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്, എന്തെങ്കിലും അല്ലെ ഇത്തിരി കൂടി തിരക്കേറിയ സമയങ്ങളൊക്കെ ഉണ്ടാവാം. ചിലപ്പോഴൊക്കെ വലിയ പ്രശ്നം ഉണ്ടാവില്ല അല്ലെ. ചിലപ്പോഴൊക്കെ നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടില് അല്ലെ ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ക്യൂ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ പേഷ്യൻസിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് അവരുടെ ഓരോ ഡോക്ടേഴ്സിന് അലോട്ട് ചെയ്തിരിക്കുന്ന ഷെഡ്യൂൾ അനുസരിച്ചിട്ട് അവരെ പറഞ്ഞറിയിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി തന്നെയാണ്. മാനേജിങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ് ആൻഡ് പേഷ്യന്റ് ഫ്ലോ. അവരെ ഒരുപാട് സമയം ഇരുത്തി അല്ലെ മുഷിപ്പിക്കാനൊന്നും പാടില്ല. അതവർക്ക് അനുവദനീയമായ സമയത്ത് തന്നെ ഡോക്ടേഴ്സിനെ വിസിറ്റ് ചെയ്യാനുള്ള ഒരു ക്രമീകരണം ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി തന്നെയാണ്. ദെൻ കംപ്ലൈന്റ് റെസൊല്യൂഷൻ. അതായത് നമുക്കറിയാം പല കംപ്ലൈന്റ്സും അല്ലെ കയറിയിരിക്കുന്ന വ്യക്തിക്ക് തന്നെയായിരിക്കും വരിക. ചിലപ്പോ അവിടെ ചെന്നപ്പോ ഡോക്ടറെ കാണാനായിട്ട് സാധിച്ചില്ല, അല്ലെങ്കിൽ നമ്മൾ അല്ലെ എന്തെങ്കിലും സ്കാനിങ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പോയിട്ട് അവിടെ കൃത്യമായിട്ടൊന്നും സമയത്തിനൊന്നും കാര്യങ്ങൾ ചെയ്തിട്ടില്ല, ഡോക്ടറെ കാണാൻ പറ്റിയില്ല. അങ്ങനെ പല പല കംപ്ലൈന്റുകളും ആരുടെ അടുത്താണ് ചെല്ലുന്നത്, ഈ എൻക്വയറിയിൽ ഇരിക്കുന്ന പേഴ്സന്റെ അടുത്തായിരിക്കും ചെല്ലുന്നത്. അപ്പൊ അവർക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുക എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി തന്നെയാണ്. കംപ്ലൈന്റ് റെസൊല്യൂഷൻ അല്ലെ, പരാതി പരിഹാര മാർഗങ്ങൾ അത് നിർദ്ദേശിച്ചു കൊടുക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി തന്നെയാണ്. ആരുടെ, നമ്മുടെ റിസപ്ഷനിസ്റ്റ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പോവുക. മെയിൻ ഗോൾ ആണ് നമുക്ക് എടുക്കാനുള്ളത്. ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് മെയിൻ ഗോൾ. മിക്കപ്പോഴും ക്വസ്റ്റ്യൻസിൽ നമ്മൾ കാണാറുള്ളതാണ്. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചേക്കുക. എന്താണ് മെയിൻ ഗോൾ? യുവർ മെയിൻ ഗോൾ ഈസ് ടു ഹാവ് ഈച്ച് പേഷ്യന്റ് ലീവ് വിത്ത് എ സ്മൈൽ or satisfaction on their face and the feeling of having been well take care of by you and your employees colleges. അതായത് മെയിൻ ഗോൾ, ഒരു റിസപ്ഷനിസ്റ്റിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്, മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ തന്നെ പറഞ്ഞു, എന്തായിരിക്കും അവരുടെ മെയിൻ ലക്ഷ്യം അല്ലെ? വരുന്ന ഓരോ കസ്റ്റമറിന് അല്ലെ, ആരാണോ പേഷ്യന്റോ അല്ലെങ്കിൽ വരുന്ന പേഷ്യന്റ് റിലേറ്റീവ്സ് ആരാണോ എൻക്വയറിക്ക് മുമ്പിൽ വരുന്നത് അല്ലെങ്കിൽ ഫോണിൽ ഓക്കെ, അവരെ സാറ്റിസ്ഫൈഡ് ചെയ്ത് അവരെ സംതൃപ്തമാക്കിയിട്ട് പറഞ്ഞു കൊടുത്ത് അല്ലെ, അവര് ആവശ്യപ്പെടുന്ന അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുത്ത് തൃപ്തിയോടുകൂടി അവരെ പറഞ്ഞേക്കുക എന്നതാണ് എന്താണ് മെയിൻ ലക്ഷ്യം അല്ലെ, മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം ആരുടെ, റിസപ്ഷനിസ്റ്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ഗോൾ എന്ന് പറയുന്നത് അവരെ സംതൃപ്തിയോടുകൂടിയിട്ട് സ്മൈൽ ഓർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്.
അതായത് അവർക്ക് ഒരു പുഞ്ചിരി കിടങ്ങ, ഓക്കെ, അവർ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം സാറ്റിസ്ഫൈഡ് ആയി, കാണാൻ വന്നിരിക്കുന്ന ഡോക്ടറെ കണ്ടെത്താനായിട്ട് എന്റെ രോഗത്തിനനുസരിച്ചിട്ട് തന്നെ ഡോക്ടറെ എനിക്ക് കാണാൻ പറ്റി എന്നുള്ള ഒരു തൃപ്തി, ആ ഒരു മൈൻഡ് ഓരോ പേഷ്യന്റിന്റെ അല്ലെ ഓരോ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കിട്ടുക. അതല്ലെങ്കിൽ എന്തായാലും നമുക്കറിയാം, ചിലപ്പോ ഒക്കെ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ പേഷ്യൻസ് അല്ലെ അവര് എൻക്വയറിയിൽ ഓക്കെ ഇല്ല, എത്ര നാളും നിങ്ങൾക്ക് തന്ന അല്ലെ സേവനങ്ങൾക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പോകുക. കാരണം എന്തുകൊണ്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം എന്താണോ മാറ്റർ അല്ലെ, എന്ത് പ്രോബ്ലം ആണെങ്കിലും അത് കൃത്യമായിട്ട് തന്നെ എവിടെയാണ് കാണേണ്ടത്, എവിടേക്കാണോ ചെല്ലേണ്ടത്, അല്ലെ ഡോക്ടറെ കാണിക്കാനാണെങ്കിലും എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക്കുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും എക്സ്റേയും കാര്യങ്ങൾക്കാണെങ്കിലും, അല്ലെങ്കിൽ ലാബിനെ കുറിച്ചിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ഫാർമസിയെ കുറിച്ചിട്ടാണെങ്കിലും, എന്തിനെ കുറിച്ചിട്ടാണെങ്കിലും ചോദിക്കുമ്പോൾ അത് കൃത്യമായിട്ടുള്ള മറുപടി ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് എന്താണ് ഒരു സംതൃപ്തി അല്ലെ, ഓരോ പേഷ്യന്റിനും അല്ലെങ്കിൽ ഓരോ കസ്റ്റമറിനും സംതൃപ്തിയാണ് ഉണ്ടാവുക. അപ്പൊ ആ സംതൃപ്തി അവർ എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണ്, സ്മൈൽ ഓർ സാറ്റിസ്ഫാക്ഷൻ ഓൺ ദെയർ ഫേസ് ആൻഡ് ഫീലിംഗ് ഓഫ് ഹാവിംഗ് ബീൻ വെൽ ടേക്ക് കെയർ ഓഫ് ബൈ യു ആൻഡ് യുവർ എംപ്ലോയീസ് ഓർ കോളേജസ് അല്ലെ, അവരെ സഹപ്രവർത്തകരോട് അല്ലെങ്കിൽ ആ എംപ്ലോയീസ്, അതായത് എൻക്വയറിയിൽ ഇരിക്കുന്ന ആ പേഴ്സൺസിനോട് കാണിക്കുമ്പോഴാണ് എന്താണ് മെയിൻ ആ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നത് എന്ന് പറയുന്നു. Okay, your main goal is to have each patient live with a smile or a satisfaction. Okay അല്ലേ, ചെറിയ പോയിന്റ്സുകളാണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്, ഡീലിംഗ് വിത്ത് അപ്സെറ്റ് കസ്റ്റമേഴ്സ്. ഓക്കെ, നമ്മൾ കുറച്ച് കസ്റ്റമേഴ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലെ, നമ്മൾ എന്താണ് റിസപ്ഷന്റെ മുമ്പിൽ വന്നിരിക്കുന്ന വ്യത്യസ്ത പേഴ്സണെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഡിസോർഡർ ആയിട്ടുള്ള അല്ലെ, അപ്സെറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് വരുമ്പോൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്, എന്താണ് പറയുന്നത്, ലിസൺ ഫസ്റ്റ് ആൻഡ് ദെൻ ഓഫർ സൊല്യൂഷൻ. ആദ്യം തന്നെ എത്ര അപ്സെറ്റ് ആണെങ്കിലും അല്ലെ, അവര് കേൾക്കാനുള്ള മനോഭാവം ഉണ്ടായിരിക്കുക, അവരെന്താണ് പറയുന്നത് അത് ശ്രദ്ധാപൂർവം കേൾക്കുക എന്നുള്ളത്. ദെൻ ഓഫർ സൊല്യൂഷൻ, അതിനുശേഷം എന്താണ് അല്ലെ ആ ഒരു പ്രോബ്ലത്തിന് എന്താണ് പരിഹാരം എന്നുള്ളത് നിർദ്ദേശിക്കുക. ഇനി വീണ്ടും, ഇഫ് യു കാനോട്ട് സോൾവ് ദ പ്രോബ്ലം ആസ്ക് യുവർ സൂപ്പർവൈസർ ഓർ സുപ്പീരിയർ ടു സോൾവ് ദ പ്രോബ്ലം ഓഫർ ഓൾട്ടർനേറ്റീവ്സ്. ഇൻ കേസ് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്, ആ ഒരു റിസപ്ഷനിസ്റ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എന്താണ്, അവരൊന്നില്ലെങ്കിൽ സൂപ്പർവൈസറിനോടോ അല്ലെങ്കിൽ സുപ്പീരിയറിനോടോ അവരുടെ മേൽത്തട്ടത്തിലോ അല്ലെ മേൽ ഉദ്യോഗസ്ഥരോട് അവര് കൃത്യമായിട്ട് ഈ ഒരു പ്രോബ്ലം ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല അല്ലെ, ഇതിന് എന്താണ് ഒരു പരിഹാര മാർഗം എന്ന് മേലുദ്യോഗസ്ഥരോട് ചോദിച്ചറിയുക. അതിനുശേഷം എന്താണ് എന്തെങ്കിലും അവർ പറയുന്ന അനുസരിച്ചിട്ട് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. അപ്പൊ ഓഫർ ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇതര പരിഹാര മാർഗം എന്താണെന്നുള്ളത് കണ്ടെത്തിയിട്ട് അതനുസരിച്ചിട്ട് ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അപ്സെറ്റ് കസ്റ്റമേഴ്സ് ആണെങ്കിലും അവര് ഹാൻഡിൽ ചെയ്യാനായിട്ടും ബാധ്യസ്ഥരാണ് അല്ലെ, ഒരു റിസപ്ഷനിസ്റ്റും ബാധ്യസ്ഥരാണ്. ഇവർ ആദ്യം തന്നെ കേട്ടിട്ട് പരമാവധി എന്താണ് അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് പറ്റിയില്ല എങ്കിൽ അല്ലെ, ഇൻ കേസ് അങ്ങനെ പറ്റിയില്ല എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവരുടെ മേലുദ്യോഗസ്ഥരോട് ഷെയർ ചെയ്തിട്ട് അവരോട് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ്സ് പറ്റുമെങ്കിൽ അല്ലെ, എന്തെങ്കിലും ഇതര പരിഹാര മാർഗങ്ങൾ ഉണ്ടാകുമോ പറ്റുമോ എന്നുള്ളത് ആരാഞ്ഞിട്ട് അതനുസരിച്ചിട്ട് പ്രവർത്തിച്ച് ആ പ്രോബ്ലംസത്തിനെ അല്ലെ ആ ഒരു സിറ്റുവേഷനെ സോൾവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ വ്യത്യസ്ത അല്ലെ, ചിലപ്പോ ക്രിമിനൽ കേസും കാര്യങ്ങളൊക്കെ ഉള്ളവര് അല്ലെ, ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള കുറെ കേസുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോ ചിലപ്പോ അത് റിസപ്ഷനിസ്റ്റിനെ ഒറ്റയ്ക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം നമ്മൾക്കറിയാം മേലുദ്യോഗസ്ഥരുടെ സേവനവും കൂടി അവരെ ആഗ്രഹിക്കുന്നുണ്ടാകും. അത് ആരാഞ്ഞിട്ടായിരിക്കും ഇതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ അവര് നിർദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാലോ. ക്ലിയർ ആവുന്നുണ്ടോ? ഇങ്ങനെ എടുത്ത് പോയാൽ മതിയോ? എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ തന്നെ എടുത്ത് പോകാം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുക്കാനുണ്ട്, അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഇത്തിരി സ്പീഡിൽ തന്നെ പോകണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളും ഇതുണ്ടെങ്കിൽ ചോദിച്ചോളൂ. നെക്സ്റ്റ് നമുക്ക് ഉള്ളത് എന്താണ്, റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. അപ്പൊ നമ്മൾ കണ്ടായിരുന്നു അല്ലെ, ഒരു റിസപ്ഷനിസ്റ്റിന്റെ പല കാര്യങ്ങൾ നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ ഇനി ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു ഹെൽത്ത് റിസോഴ്സ് ഡെസ്കിൽ ഉള്ള അവിടെയുള്ള ഒരു റിസപ്ഷനിസ്റ്റിന്റെ അവരുടെ ഡ്യൂട്ടി നമുക്കറിയാം. ഒരു എൻക്വയറിയിൽ വരുമ്പോൾ നമ്മൾ എന്താണ് മെയിൻ ഒരു കൗണ്ടറിൽ ഇരിക്കുന്ന പേഴ്സൺ മാത്രമല്ല അല്ലെ, ചില റിസോഴ്സ് ഡെസ്കിലും എന്താണ് അവിടെയും ഇത്തരത്തിലുള്ള റിസപ്ഷനിസ്റ്റിന്റെ സേവനമാണ് കൊടുക്കുന്നത്. അപ്പൊ ആ ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിൽ എന്താണ് ഒരു റിസപ്ഷനിസ്റ്റ് ചെയ്യുന്നത്, അവിടെയുള്ള വിങ്ങില് എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഗ്രീറ്റ് ദ കോളർ വിത്ത് എ പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡ്. തീർച്ചയായിട്ടും ഓരോ വ്യക്തികളും അല്ലെ, ഒരു ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വരുന്ന ഏതോ ഒരു വ്യക്തിയെയും നല്ല രീതിയിൽ തന്നെ വെൽക്കം ചെയ്യുക, നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി അവരെ സ്വീകരിക്കുക എന്നുള്ളത് അല്ലെ. നമ്മൾ സാധാരണയായിട്ട് ഇത് ചോദിക്കുമ്പോഴും അതെ വെൽക്കം ചെയ്യുന്ന ഒരു മര്യാദയുണ്ട്. തീർച്ചയായിട്ടും ഒരു ഗുഡ് മോർണിംഗോ ഗുഡ് ഈവനിങ്ങോ അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂണോ എന്താണോ വിഷ് ചെയ്യേണ്ട ആ രീതി അനുസരിച്ചിട്ട് തന്നെ വിഷ് ചെയ്ത് അവർക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച്മെന്റ് ആറ്റിറ്റ്യൂഡ് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്, റെസ്പോണ്ട് ഇൻസ്റ്റന്റ്ലി ടു ദെയർ ക്വയറീസ്. അതായത് അവർ ചോദിക്കുന്ന ആ ഒരു റിസപ്ഷനിസ്റ്റിൽ നിന്ന് ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് അനുസരിച്ചിട്ട് തന്നെ ഇൻസ്റ്റന്റ്ലി എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുക, മറുപടികൾ കൊടുക്കുക. ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കറിയാം കാർഡിയോളജി വിഭാഗം എവിടെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടേഴ്സ് ആരൊക്കെയാണ്, നമുക്ക് ചിലപ്പോ അല്ലെ ഓരോ പേഷ്യൻസിനും പല കാര്യങ്ങൾ അറിയണമെന്നുണ്ടാവും. ചിലപ്പോ എന്താണ് പൾമനോളജി വിഭാഗം എവിടെയാണ്, അവിടെയുള്ള ഡോക്ടേഴ്സ് സീനിയർ ഡോക്ടർ ആരാണ്, സർജൻ ആരാണ്, അല്ലെങ്കിൽ അത് ഏത് ഭാഗത്ത് എവിടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും അല്ലെ ഏത് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ട് ചോദിച്ചാലും കൃത്യമായിട്ട് അവർക്ക് പെട്ടെന്ന് തന്നെ മറുപടി കൊടുക്കുക എന്നുള്ളത്. നെക്സ്റ്റ് നോ ദ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ആ ഓരോ ഹോസ്പിറ്റലില് എത്ര തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ, അത് അനുസരിച്ചിട്ട് തന്നെയായിരിക്കണം അല്ലെ ചോദിക്കുന്നത് അനുസരിച്ചിട്ട് മറുപടി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അതൊക്കെ കൃത്യമായിട്ട് തന്നെ ആരറിഞ്ഞിരിക്കണം, അവിടെയുള്ള ഒരു റിസപ്ഷനിസ്റ്റ് അറിഞ്ഞിരിക്കണം. ആ എൻക്വയറി ചെയ്യുക അല്ലെ, അതില് ചോദിക്കുന്ന മറുപടികൾക്ക് ആവശ്യമായിട്ടുള്ള നോളജ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്താണ്, ഹാവ് എ ലിസ്റ്റ് ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസ് അലോങ് വിത്ത് ദെയർ നമ്പേഴ്സ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും കാർഡിയോളജി ആണെങ്കിൽ നമുക്കറിയാം അല്ലെ, ചിലപ്പോൾ ഒരു പക്ഷേ 1-2 ഡോക്ടേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ സീനിയർ ഡോക്ടർ ഉണ്ടാവും, ജൂനിയർ ഡോക്ടർ ഉണ്ടാവും, ചിലപ്പോൾ സർജൻ ഉണ്ടാവും, അല്ലെങ്കിൽ അതേമാതിരി തന്നെ നെഫ്രോളജി ആണെങ്കിലും ന്യൂറോളജി ആണെങ്കിലും വ്യത്യസ്ത തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ. നമുക്ക് നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലാസ് പഠിച്ച് കഴിഞ്ഞോ, ക്ലാസ് ഇത് കഴിഞ്ഞോ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ അത് എടുത്ത് കഴിഞ്ഞോ? ഓർക്കുന്നില്ലേ? കാർഡിയോളജി, ന്യൂറോളജി, നെഫ്രോളജി അങ്ങനെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടില്ലേ? കഴിഞ്ഞിട്ടില്ല. ഓക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ അപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ എന്തായാലും എന്താണ് വ്യത്യസ്ത ഇതുകളുണ്ട് അല്ലെ, വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റ്, ആ ഒരു ഹോസ്പിറ്റലിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടോ ആ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചിട്ടുള്ള എല്ലാ അവയർനെസ്സും അവിടെ ഉള്ള നോളജ് അല്ലെ, എല്ലാ അറിവും ആർക്കുണ്ടായിരിക്കണം, ഈ ഒരു ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിലിരിക്കുന്ന വിങ്ങിലിരിക്കുന്ന റിസപ്ഷന് അറിഞ്ഞിരിക്കണം. എന്താണ് അപ്പൊ അതാണ് പറയുന്നത് നോ ദ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതേപോലെ തന്നെ പറയാണ് ഹാവ് എ ലിസ്റ്റ് ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസ് അലോങ് വിത്ത് ദെയർ നമ്പേഴ്സ്. അതുമായി ബന്ധപ്പെട്ടുള്ള എംപ്ലോയീസുകൾ അല്ലെ, എന്തൊക്കെ ചിലപ്പോൾ നമുക്കറിയാം ചില ഡോക്ടേഴ്സിനോടൊപ്പം തന്നെ അതിനോടൊപ്പം തന്നെ ഇപ്പൊ കാർഡിയോളജി വിഭാഗമാണെങ്കിൽ അവരോടൊപ്പം തന്നെ ചിലപ്പോൾ ആദ്യം തന്നെ ECGയും സംഭവങ്ങളൊക്കെ എടുത്തതിന് ശേഷമായിരിക്കും സീനിയർ ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ അവരെ കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ പേഷ്യൻസിനോട് കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്യണം അല്ലെ, നിങ്ങൾ കാർഡിയോളജി വിഭാഗത്തിന് പോകുന്നതിന് മുമ്പ് ഇന്ന പേഴ്സന്റെ അടുത്ത് ചെന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തതിനു ശേഷം മാത്രമാണ് കാർഡിയോളജി ഡോക്ടറെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ആദ്യം തന്നെ ചെല്ലേണ്ടത് എവിടെയാന്നൊക്കെ കൃത്യമായിട്ട് തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് പറയുന്നത് ഹാവ് എ ലിസ്റ്റ് ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസ് അലോങ് വിത്ത് ദെയർ നമ്പേഴ്സ്. അതിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അദ്ദേഹത്തിന് അറിവുണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്താണ്, ഷുഡ് നെവർ ബി ആങ്റി ബൈ റിസീവിങ് എ കോൾ. കേസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെ മിക്കപ്പോഴും നമുക്കറിയാം നേരിട്ട് വന്ന് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ പൊതുവെ നമുക്കറിയാം ഫോൺ വഴിയാണ് ചോദിക്കുന്നത് അല്ലെ. പിന്നെ ഡോക്ടേഴ്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സാധാരണയായിട്ട് ആ ഡോക്ടറിനെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കണക്ട് ചെയ്തിട്ട് തരികയാണ് പൊതുവെ ചെയ്യാറ് അല്ലെ. അങ്ങനെ കണക്ട് ചെയ്ത് വരുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ അവര് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴും ഒരിക്കലും അല്ലെ ഒന്നും എന്താ പറയാ ഭയങ്കര നോളജ് ഉള്ള മാത്രമേ എന്ന് വെച്ചാൽ അഹങ്കാരത്തോടു കൂടി ഒന്നും സംസാരിക്കരുത്. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറയുന്നത്. അവരെ അങ്ങനെ എല്ലാം അറിയാനുള്ള അഹംഭാവത്തോടു കൂടിയൊന്നും സംസാരിക്കരുത്.
വരുന്ന പേഷ്യൻസ് ചോദിക്കുന്നതനുസരിച്ചിട്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിനയത്തോടും എളിമയോടും കൂടി പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു മര്യാദ കാണിച്ചിരിക്കണം. ഷുഡ് നെവർ ബി ഹാൻഡ് while receiving a call. അപ്പോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ എല്ലാം അറിയാം അല്ലെ, ഒരു പേഷ്യന്റിന് എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല, അവർക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടാവും. അപ്പൊ അതെല്ലാം ശ്രദ്ധപൂർവ്വം കേട്ടിട്ട് അവർ അതിനനുസരിച്ചിട്ടുള്ള മറുപടികൾ കൊടുക്കാനായിട്ട് അവിടെയുള്ള വ്യക്തി തയ്യാറാവും. നെക്സ്റ്റ് പറയുന്നത് ഒപ്റ്റിമൈസസ് പേഷ്യൻസ് സാറ്റിസ്ഫാക്ഷൻ, പ്രൊവൈഡഡ് ടൈം ആൻഡ് ട്രീറ്റ്മെന്റ് റൂം യൂട്ടിലൈസേഷൻ ബൈ ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഇൻ എ പേഴ്സൺ ഓർ ബൈ എ ടെലിഫോൺ. അതായത് പേഷ്യൻസിന് നല്ല വശങ്ങൾ അല്ലെ, എപ്പോഴും നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നല്ല കാര്യങ്ങൾ അവരുടെ ഉള്ള ഫെസിലിറ്റീസ് അവിടേക്ക് എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് എന്ന് നല്ല വ്യക്തമായിട്ട് തന്നെ ഓരോ പേഷ്യൻസിനും അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു മര്യാദ ഇവർക്കുണ്ട് അല്ലെ. അത് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്താൽ മാത്രമാണ് ആ ഫോൺ കോളിൽ ഇപ്പോൾ വിളിക്കുന്ന വ്യക്തിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ, അതായത് തൃപ്തിയാവുകയുള്ളൂ. അപ്പൊ അവർക്ക് എന്താണ് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം. പ്രൊവൈഡഡ് ടൈം ആൻഡ് ട്രീറ്റ്മെന്റ് റൂം യൂട്ടിലൈസേഷൻ ബൈ ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഇൻ എ പേഴ്സൺ ഓർ ബൈ ടെലിഫോൺ. അപ്പൊ ടെലിഫോൺ വഴി ഏത് സമയത്ത് നിങ്ങൾ വരണം അല്ലെ, ഏത് റൂമിലാണ് ഇതിനുള്ള സൗകര്യം ഉള്ളത്, എന്തൊക്കെയാണ് ഈ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസ്, എന്തൊക്കെ ഉപയോഗിക്കാം നിങ്ങൾക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഡോക്ടറിനെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വരുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കണം അല്ലെ. ചിലപ്പോഴൊക്കെ കൊച്ചുകുട്ടികളുടെയൊക്കെ ആണെങ്കിൽ നമുക്കറിയാം വെയിറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കും അല്ലെ, അതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഡോക്ടറിനെ കാണുന്നത്. അപ്പൊ അതൊക്കെ ആ ഒരു ഫെസിലിറ്റീസ് ഒക്കെ ആ ഹോസ്പിറ്റലിൽ ഉണ്ട് എങ്കിൽ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ അവർ പറഞ്ഞ് മനസ്സിലാക്കണം. അവരുടെ സമയവും അവരുടെ റൂമുകൾ എവിടെയാണ് വന്ന് കാണേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് തന്നെ ആ പേഷ്യൻസിന് സംതൃപ്തി കിട്ടുന്ന രീതിയിൽ തന്നെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ് ഒരു ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിലുള്ള ഒരു റിസപ്ഷനിസ്റ്റിന്റെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും റോളുകൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഇതുകൾ ഉണ്ടെങ്കിൽ അല്ലെ, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. 5 and 6 ഒന്നും പറയാനുള്ളത്. should never be handy while receiving a call. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പൊ സാധാരണയായിട്ട് നേരിട്ട് അല്ലെ കാര്യങ്ങൾ ചോദിക്കാനായിട്ട് പോകുന്ന വരില്ല. പൊതുവെ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തൊക്കെ ചോദിക്കുമ്പോൾ മെയിൻ റിസപ്ഷനിസ്റ്റ് എന്താ ചെയ്യാറ്, വെയിറ്റ് ചെയ്യൂ, ഞാൻ ആ ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ ഏതെങ്കിലും ഡോക്ടറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവര് ഹെൽത്ത് റിസോഴ്സ് ഡെസ്കിലേക്ക് അവര് ആ കോള് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ പിന്നെ അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കും ആ റിസോഴ്സ് ഡെസ്കിലുള്ള ആ ഒരു റിസപ്ഷനിസ്റ്റിനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുക. ആ ഒരു വിളിക്കുന്ന വ്യക്തി ടെലിഫോൺ വഴി കാര്യങ്ങൾ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് പിന്നീട് റിസോഴ്സ് ഡെസ്കിലെ ആ ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ടായിരിക്കും കോൺവെർസേഷൻ നടത്തുക അല്ലെ, അവരെ ആശയവിനിമയം നടത്തുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ അവര് തീർച്ചയായിട്ടും അത് വളരെ മര്യാദയോട് കൂടിയിട്ടായിരിക്കണം സംസാരിക്കേണ്ടത്. ഒരിക്കലും ഹാൻഡി എന്ന് പറയുന്നത് എന്താണ് അഹങ്കാരത്തോടു കൂടിയിട്ട് അഹംഭാവത്തോടു കൂടിയിട്ട് എനിക്കെല്ലാം അറിയാന്നുള്ള ഒരു രീതിയിലായിരിക്കരുത് അവരോട് ഓരോ കസ്റ്റമറിനോട് ഡീല് ചെയ്യേണ്ടത്. കസ്റ്റമർ എന്താണോ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചിലപ്പോ ചില കാര്യങ്ങൾ അവർക്ക് ആരെ കാണണമെന്ന് വരെ ചിലപ്പോ അവർക്ക് അറിയണമെന്നില്ല. ഞങ്ങൾക്ക് ഇന്ന അസുഖമാണ്, അപ്പൊ ഞാൻ ഏത് ഡോക്ടറെയാണ് കാണിക്കേണ്ടത്, അങ്ങനെ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നുണ്ടാവാം. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ന്യൂറോളജിനെയാണ് കാണേണ്ടത്, അല്ലെങ്കിൽ നെഫ്രോളജിനെയാണ്, അല്ലെങ്കിൽ എന്താണ് കാർഡിയോളജിസ്റ്റിനെയാണ് കാണേണ്ടത്. അങ്ങനെ കൃത്യമായിട്ട് തന്നെ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനായിട്ടുള്ള മര്യാദ തീർച്ചയായിട്ടും ആ ഒരു റിസപ്ഷനിസ്റ്റിലെ ആ ഒരു ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിൽ ഇരിക്കുന്ന വ്യക്തി പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഷുഡ് നെവർ ബി ആക്റ്റീവ് വൈൽ റിസീവിംഗ് എ കോളിൽ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ,
ചോദിച്ച ആൾക്ക് ക്ലിയർ ആയോ മെസ്സേജ്? ഓക്കെ, ആരാണ് ചോദിച്ചെങ്കിൽ കൃത്യമായിട്ട് അറിയില്ല. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഒപ്റ്റിമൈസ് പേഷ്യൻസ് സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡഡ് ടൈം ആൻഡ് ട്രീറ്റ്മെന്റ് റൂം യൂട്ടിലൈസേഷൻ ബൈ ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഇൻ പേഴ്സൺ ഓർ ബൈ ടെലിഫോൺ. അതായത് ഒരു പേഴ്സൺ വന്നുകൊണ്ട് ഒരു ഡോക്ടറിനെ നമ്മൾ കാണാൻ വരുമ്പോൾ സാധാരണയായിട്ട് ഡോക്ടറിന് വേണ്ടിയിട്ട് ചീറ്റ് എടുക്കുമ്പോൾ എന്താ ചെയ്യാം? അവര് കൃത്യമായിട്ടൊരു ടൈം ഷെഡ്യൂൾ ചെയ്ത് തരും അല്ലെ? അതിപ്പോ ഫോൺ വഴിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഇന്ന സമയത്ത് അല്ലെ, നമ്മളപ്പോ കൃത്യമായിട്ട് തന്നെ ഫോൺ വിളിച്ച് ചോദിക്കും ഏത് സമയത്ത് നമ്മൾ എത്തണമെന്ന് ചോദിക്കും. അപ്പൊ അതനുസരിച്ചിട്ട് തന്നെ അവർ കൃത്യമായിട്ട് തന്നെ ഷെഡ്യൂൾ ചെയ്ത് തീർച്ചയായിട്ടും അവർ മറുപടി കൊടുക്കണം. ഇന്ന ഡേറ്റ് ആണെങ്കിൽ ഇന്ന ഡേറ്റിൽ ഈ സമയത്ത് തന്നെ നിങ്ങൾ വരുമ്പോൾ ഡോക്ടർ ഉണ്ടാവും. നമുക്കറിയാം ആ ഡോക്ടറിന് ആ ഒരു റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ ഹെൽത്ത് റിസോഴ്സ് ഡെസ്കിൽ ഇരിക്കുന്ന വ്യക്തിക്ക് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ഒരു പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ പോകുന്ന ഡോക്ടേഴ്സ് ആണെങ്കിലും അവർ ഏത് സമയത്ത് ഇന്ന ദിവസം ഏത് സമയത്ത് ഫ്രീ ആകും ഇന്ന പേഷ്യൻസിനെ അല്ലെ, നമുക്കറിയാം അപ്പോയിന്റ്മെന്റ്സ് എത്രത്തോളം പേഴ്സൺസിനായിരിക്കും എടുക്കുന്നത്. ആ അപ്പോയിന്റ്മെന്റ്സ് അനുസരിച്ചിട്ട് തന്നെ ഷെഡ്യൂൾ ചെയ്ത് കൃത്യമായിട്ട് അല്ലെ ചോദിച്ചറിയുന്ന വ്യക്തികൾക്ക് ആ ഷെഡ്യൂൾ ചെയ്ത് സമയക്രമം എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. വീണ്ടും അവര് എന്താണ് ട്രീറ്റ്മെന്റ് റൂം എവിടെയാണ് വരേണ്ടത്? യൂട്ടിലൈസേഷൻ ബൈ ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത്. ഇത് ഇപ്പൊ ഒരു ചീറ്റ് എടുത്തിട്ട് വന്നാൽ തന്നെ നമുക്കറിയാം ആദ്യം തന്നെ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം കൂടിയും അവര് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു ചിലപ്പോൾ വെയിറ്റ് നോക്കേണ്ടതുണ്ടാവും, ചിലപ്പോൾ എന്താണ് ഹേർട്ടിന്റെ ചിലപ്പോൾ ECG ഒക്കെ എടുത്തിട്ടായിരിക്കും ചെല്ലേണ്ടത്, ചിലപ്പോൾ പ്രഷർ നോക്കി വെക്കേണ്ടതുണ്ടാവും, ചിലപ്പോൾ എന്താണ് ഷുഗറിന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ഡോക്ടറെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടെല്ലാം അല്ലെ ഒരു അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട നല്ല വശങ്ങളെ കുറിച്ചെല്ലാം പേഷ്യൻസിന് ഒപ്റ്റിമൈസ് പേഷ്യൻസ് സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ പേഷ്യൻസിനെ സംതൃപ്തിപ്പെടുത്തണം. അവർ ചോദിച്ചറിയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടിയും കൃത്യമായിട്ടുള്ള സമയക്രമവും എല്ലാം തന്നെ ആ ടെലിഫോണിൽ കൂടെ തന്നെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഈ വ്യക്തി ബാധ്യസ്ഥനാണ് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? എന്തെങ്കിലും പോയിന്റ്സ് വേറെ എന്തെങ്കിലും? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക് ആണ്. ഓക്കെ, അപ്പൊ ചെക്കപ്പിന് വേണ്ടിയിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ ഡോക്ടേഴ്സിനെ കാണാൻ വേണ്ടി മാത്രമല്ല പോവുക. എപ്പോഴും ഡോക്ടേഴ്സിനെ കാണാൻ മാത്രമാണല്ലോ, വീണ്ടും വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഡോക്ടറെ കാണേണ്ടതുണ്ടെങ്കിൽ നമുക്കറിയാം ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് ചെക്കപ്പിന് വേണ്ടിയിട്ട് പോവേണ്ടതായിട്ട് വരും അല്ലേ? അല്ലേ, അങ്ങനെ തന്നെയല്ലേ? നമ്മൾ അസുഖം വരുമ്പോൾ മാത്രം പോയിട്ട് പിന്നെ പോവാ. ഓക്കെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പിന്നെയും പോകേണ്ടതായിട്ട് വരും അല്ലെ? ചെക്കപ്പ് ഒക്കെ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്കപ്പിനൊക്കെ ആയിട്ട് പോകും. നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾ എപ്പോഴും എന്താണ് ഡോക്ടേഴ്സ് പറയാതെ തന്നെ റിവ്യൂവിന് വേണ്ടി പോകുന്നു പറഞ്ഞു. ഡോക്ടേഴ്സ് പറയാതെ തന്നെ ചിലപ്പോ ചെക്കപ്പ് അല്ലെ, നമുക്കറിയാം ഒരു എന്തെങ്കിലും അല്ലെ പാരമ്പര്യ അസുഖങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാലഘട്ടം, അതൊക്കെ കൂടുതൽ അതിനെ കുറിച്ചൊക്കെ ജനങ്ങൾ ബോധവാന്മാരാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ചില ടൈം കഴിയുമ്പോൾ തന്നെ ഒരു ചെക്കപ്പ് മെഡിക്കൽ ചെക്കപ്പ് നടത്താനൊക്കെ ആയിട്ട് അല്ലെ പോകാറുണ്ട്. അതല്ല ഉദ്ദേശിച്ചത് ഇവിടെ എന്താണ് ഉദ്ദേശിച്ചത്? ഒരു റിവ്യൂ, അതൊരു കണ്ടിന്യൂവേഷൻ വരുമ്പോൾ, അതായത് ഒരു പ്രാവശ്യം കണ്ടിട്ട് നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾ ഒന്നുകൂടെ വിസിറ്റ് ചെയ്യുക, വീണ്ടും ഒരു അല്ലെങ്കിൽ ഇന്റർവെൽ കഴിഞ്ഞിട്ട് അല്ലെ 1 മന്ത് കഴിഞ്ഞിട്ട് വീണ്ടും ചെക്കപ്പിന് വേണ്ടി വരിക, അങ്ങനെ പറയുന്ന ഒരു ചെക്കപ്പ്. അപ്പൊ അങ്ങനെ വരുന്ന ചെക്കപ്പുകൾക്കും അതേമാതിരി അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളും അവർ കൃത്യമായിട്ട് തന്നെ ഷെഡ്യൂൾ ചെയ്ത് നമ്മളെ പേഷ്യൻസിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അറിയിക്കുന്ന ഒരു വിങ്ങാണ് റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്കിൽ പറയുന്നത്. ഫസ്റ്റ് വൺ, പ്രൊവൈഡ് അസിസ്റ്റൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ് കസ്റ്റമർ. അതായത് ഇതുമായി ബന്ധപ്പെട്ട അല്ലെ കസ്റ്റമേഴ്സിനെ, അതായത് പേഷ്യൻസിനെ കൃത്യമായിട്ട് തന്നെ ഉപഭോക്താക്കൾക്ക് കൃത്യമായിട്ട് തന്നെ സഹായങ്ങൾ അത് സുഗമമാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നല്ല രീതിയിൽ തന്നെ ചെക്കപ്പ് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവര് ഹെൽത്ത് ചെക്ക് ഡെസ്കിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നല്ല രീതിയിൽ തന്നെ ആ ഒരു സേവനം കാര്യക്ഷമമായിട്ട് തന്നെ നിർവഹിച്ചു കൊണ്ടുപോകാനായിട്ടാണ് പ്രധാനമായിട്ടും ഹെൽത്ത് ചെക്ക് ഡെസ്കിൽ നിന്നും അസിസ്റ്റൻസ് സേവനങ്ങൾ പ്രധാനമായിട്ടും കൊടുക്കുന്നത്. അതിൽ ഫസ്റ്റ് സെക്കൻഡ് പറയുന്നത് ഹാൻഡ്ലിംഗ്
കോർപ്പറേറ്റ് ഓർ വാക്കിൻ ഇൻക്വയറീസ്. സാധാരണ രീതിയിൽ നമുക്കറിയാം ചെക്കപ്പിന് വേണ്ടിയിട്ട് ഫോൺ വിളിച്ച് അല്ലെ ചെക്കപ്പ് ഇന്ന സമയത്ത് നമുക്ക് ചെക്കപ്പിന് വേണ്ടിയിട്ട് ചെല്ലാൻ പറ്റുമോ, അതേമാതിരി തന്നെ നടന്നും വന്ന് അല്ലെ എൻക്വയറീസ് ചോദിച്ചറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. വീണ്ടും പറയുന്നത് അപ്പോയിന്റ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ്. സാധാരണയായിട്ട് അപ്പോയിന്റ്മെന്റ് അവര് വരുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഫോൺ കോൾ വഴിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്ത് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ കോർഡിനേറ്റ് വിത്ത് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഇപ്പൊ ന്യൂറോളജി ഇപ്പൊ നമുക്കറിയാം ഞരമ്പുകളുടെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചെക്കപ്പ് എങ്കിൽ ന്യൂറോളജി വിഭാഗത്തിലുള്ള ഡോക്ടേഴ്സും അവരുടെ ആ ഒരു അവൈലബിലിറ്റി അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക അല്ലെ. അതേമാതിരി തന്നെ നെഫ്രോളജി അല്ലെങ്കിൽ കാർഡിയോളജി അതല്ലെങ്കിൽ ഏത് വിഭാഗമാണോ ആ വിഭാഗത്തിന്റെ ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോണ്ടാക്ട് ചെയ്തല്ലേ അവരുമായിട്ട് കൂടിയാലോചിച്ച് കോർഡിനേറ്റ് ചെയ്ത് ഏകോപിപ്പിച്ചിട്ടാണ് ഇവർക്ക് ചെക്കപ്പിന് വേണ്ടിയിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർക്ക് അറേഞ്ച് ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഡിസ്പാച്ച് ഓഫ് റിപ്പോർട്ട് ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പ്. അത് മാത്രമല്ല എന്താണ് ഈ ഒരു ചെക്കപ്പ് ടെസ്റ്റിൽ നടക്കുന്നത്, നമ്മുടെ ചെക്കപ്പ് ഓരോ കസ്റ്റമറിന്റെയും ചെക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്ത് അല്ലെ ആർക്കാണോ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ അത് അയക്കേണ്ടത് അത് കൃത്യമായിട്ട് തന്നെ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുന്നത് ഹെൽത്ത് ചെക്ക് ഡെസ്കിൽ നിന്നാണ് അയക്കുന്നത്. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് ഹെൽത്ത് ചെക്ക് ഡെസ്കിൽ വരുന്നത്. ഹെൽത്ത് ചെക്ക് ഡെസ്കിൽ ഞാൻ പറഞ്ഞു അത് വീണ്ടും ഒരു പരിശോധനയ്ക്ക് വേണ്ടി വരുമ്പോഴും ഒന്നില്ലെങ്കിൽ എൻക്വയറി വഴി അല്ലെങ്കിൽ ഫോൺ കോൾ വഴിയായിട്ട് അറേഞ്ച് ചെയ്യാം. അത് ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് കൂടി ആലോചിച്ചിട്ടാണ് അവർക്ക് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ അനുസരിച്ചിട്ട് ഏത് ടൈമാണോ ഏത് ദിവസമാണോ അതൊക്കെ അനുസരിച്ചിട്ട് ഈ ഒരു അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം എന്താണ് അവരുടെ റിപ്പോർട്ട് അത് കൃത്യമായിട്ട് തന്നെ ഡിസ്പാച്ച് ചെയ്ത് കൊടുക്കുന്നതും ഓരോ ഡിപ്പാർട്ട്മെന്റിന് അനുസരിച്ചിട്ട് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്പാച്ച് അല്ലെ അത് ആ ഒരു റിപ്പോർട്ടുകളെല്ലാം കൃത്യമായിട്ട് തന്നെ കളക്ട് ചെയ്ത് അവിടെ എത്തിക്കുന്നതും ആര് തന്നെയാണ് ഹെൽത്ത് ചെക്ക് ഡെസ്കിന്റെ ഡ്യൂട്ടി തന്നെയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? സെക്കൻഡ് പോയിന്റ് ഹാൻഡ്ലിംഗ് കോർപ്പറേറ്റ് ഓരോ വാക്കിൻ ഇൻക്വയറി അല്ലെ അന്വേഷണത്തിന് അല്ലെ സഹകരണത്തോട് കൂടിയിട്ട് എന്താണോ അവർ ചോദിക്കുന്നത് അന്വേഷണ സഹകരണത്തിന് അല്ലെങ്കിൽ വാക്കിൻ ഇൻക്വയറീസ് ഒന്ന് നേരിട്ട് വന്ന് ചോദിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും വഴി ഹാൻഡ്ലിംഗ് കോർപ്പറേറ്റ് എന്ന് പറയുന്നത് ആരെങ്കിലും വഴി അല്ലെങ്കിൽ ഫോൺ കോൾ വഴിയോ എങ്ങനെ തന്നെയാണെങ്കിലും അവരത് കൃത്യമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യും. അത് ആ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് അല്ലെ എൻക്വയറി നടത്തിയിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് അവർക്ക് സമയക്രമം കൊടുക്കുന്നത്. ഹാൻഡ്ലിംഗ് കോർപ്പറേറ്റ് ഓർ വാക്കിൻ ഇൻക്വയറി എന്ന് വെച്ചാൽ നേരിട്ട് വന്നാവാം, അതല്ലെങ്കിൽ മറ്റൊരാള് അല്ലെ തേർഡ് പേഴ്സൺ വെച്ചിട്ടായിരിക്കാം ഒരു ചെക്കപ്പിനും കാര്യങ്ങൾക്കൊക്കെ അവർ അപ്പോയിന്റ്മെന്റ്സ് ചോദിച്ചറിയുന്നത്. അതല്ലെങ്കിൽ ഫോൺ കോൾ വഴിയായിട്ടാണെങ്കിലും ഇത്തരത്തിലുള്ള ചെക്കപ്പ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടൈം അറേഞ്ച് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഈ ഒരു ചെറിയ ഭാഗം കൂടി നമുക്ക് എടുത്തേക്കാം. ഓക്കെ, റിപ്പോർട്ട് ഡിസ്പാച്ച് ടെസ്റ്റ്. ഓക്കെ, നോക്കാം എന്താണ് റിപ്പോർട്ട് ഡിസ്പാച്ച് ടെസ്റ്റ്. നമ്മൾ നേരത്തെ കണ്ടു ചെക്കപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇതേമാതിരി തന്നെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട്സ് റിസീവ്ഡ് ഫ്രോം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്. അതായത് എന്തെങ്കിലും റിപ്പോർട്ടുകൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും നമ്മൾ പരിശോധനകളും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴെന്താണ് അതിന്റെ അല്ലെ എന്തിന്റെ ആണെങ്കിലും റിപ്പോർട്ടുകൾ അത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതാണ്. ആ റിപ്പോർട്ടുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? റിപ്പോർട്ട് ഡിസ്പാച്ച് ലിസ്റ്റിലാണ്. Then provides the reports on the time to the client. അതേമാതിരി ഏത് കസ്റ്റമർ ഏത് ക്ലയന്റ് ആണെങ്കിലും അവരുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതും എവിടെ നിന്നാണ്? റിപ്പോർട്ട് ഡിസ്പാച്ച് ലിസ്റ്റിൽ നിന്നാണ്. അപ്പൊ ആ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ലിങ്കിൽ എന്താണ് എല്ലായിടത്തു നിന്നും എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റിപ്പോർട്ടുകളെല്ലാം കളക്ട് ചെയ്യുക. ആരാണോ ചോദിക്കുന്നത് അതിന് കൃത്യമായിട്ടുള്ള കസ്റ്റമറിന് ചോദിക്കുന്ന വ്യക്തികൾക്ക് അതിനനുസരിച്ചിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം എന്താണ് അവർക്ക് കൊടുക്കുക എന്നുള്ളത്. Then maintaining record of the reports received and hand over. നമുക്കറിയാം ചിലപ്പോഴൊക്കെ റിപ്പോർട്ടുകളെല്ലാം ഫയലിൽ അല്ലെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ട് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതുണ്ടാവും. ചിലപ്പോൾ ഡോക്ടേഴ്സ് വരുന്നതിന് മുമ്പ് തന്നെ ചില പേഷ്യൻസിന്റെ റിപ്പോർട്ടുകൾ അതിൽ അറ്റാച്ച് ചെയ്തിട്ട് ആ ഡോക്ടറിനെ കാണിക്കേണ്ടതുണ്ടാവും. അങ്ങനെയെങ്കിൽ ആ ഒരു അതനുസരിച്ചിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത റിപ്പോർട്ടുകളെല്ലാം അതിലേക്ക് അറ്റാച്ച് ചെയ്ത് ആ ഡോക്ടറിനെ കാണിക്കേണ്ടതാണ്. ചിലപ്പോഴൊക്കെ നമുക്കറിയാം കസ്റ്റമേഴ്സ് അല്ലെ പേഷ്യൻസ് ആവശ്യപ്പെടുന്നതനുസരിച്ചിട്ട് റിപ്പോർട്ട് അവർക്ക് കൊടുക്കേണ്ടതുണ്ടാകും.
ചിലപ്പോഴൊക്കെ ഡോക്ടറിനെ കാണിക്കേണ്ടി വരുമ്പോഴൊക്കെ അല്ലെ ആ റിപ്പോർട്ടുകളും കൂടി അതിനകത്ത് അറ്റാച്ച് ചെയ്ത് അതാണ് പറയുന്നത് മെയിൻറ്റെയിനിങ് റെക്കോർഡ് ഓഫ് ദ റിപ്പോർട്ട്സ് റിസീവ്ഡ് ആൻഡ് ഹാൻഡ് ഓവർ. ആ റെക്കോർഡുകളെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് എവിടേക്കാണോ ഉൾക്കൊള്ളിക്കേണ്ടത് അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. ആർക്കാണോ പാസ് ചെയ്യേണ്ടത് അവർക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? ഈ റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്കിനാണ്. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് അവിടെ നടത്തുന്നത്. റിപ്പോർട്ടുകൾ കളക്ട് ചെയ്യുക, എന്തിലൂടെയാണ് അറ്റാച്ച് ചെയ്യേണ്ടത് അറ്റാച്ച് ചെയ്യുക, ക്ലയന്റ് ആവശ്യപ്പെടുന്നതനുസരിച്ചിട്ട് റിപ്പോർട്ടുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് നൽകുക എന്നുള്ളത്. റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക് എന്താണ്? അപ്പൊ അവിടെയൊക്കെ നമുക്കറിയാം ഇപ്പൊ ചെക്കപ്പ് ഡെസ്കില് എന്താണ് അവിടെ ഒരു റിസപ്ഷനിസ്റ്റ് പോലെയുള്ള അല്ലെ ഒരു വ്യക്തി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്കിലും അതായത് ക്ലയന്റ് വേണ്ടതനുസരിച്ചിട്ട് ചോദിക്കുന്നതനുസരിച്ചിട്ട് ഇൻഫോർമേഷൻസ് അവർക്ക് പകർന്നു കൊടുക്കാനായിട്ടും അവിടെ ഒരു റിസപ്ഷനിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്ത മേഖലകളിലെല്ലാം തന്നെ ഈ ഒരു പോസ്റ്റ് ഈ ഒരു പോസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കി തരുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം. ഇതിലൊരു പോയിന്റും കൂടെയുണ്ട്, ടൈമിംഗ് എന്താന്നുള്ളത്. The front office provides patient care round the clock, that is 24 hours service. അതായത് ഒരു റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മളിപ്പോ ഈവനിങ്ങിൽ ചെന്നാലും അവിടെ റിസപ്ഷനിസ്റ്റ് ഉണ്ടാവും, അതേ മോർണിംഗിൽ ചെന്നാലും ഉണ്ടാവും, ആഫ്റ്റർനൂണിൽ ചെന്നാലും ഏത് സമയത്താണെങ്കിലും അവിടെ എന്താണ് അവരുടെ ഡ്യൂട്ടി അനുസരിച്ചിട്ട് തന്നെ പേഴ്സൺസ് അവിടെ ചാർജ് എടുത്തിട്ട് ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ പറയാണ് സ്റ്റാഫ് വർക്ക്സ് ഇൻ 3 ഷിഫ്റ്റ്, അതായത് 3 ഷിഫ്റ്റുകളായിട്ടാണ് സ്റ്റാഫ് വർക്ക്സ് ഇൻ 3 ഷിഫ്റ്റ്സ്, അതായത് 3 ഷിഫ്റ്റുകളായിട്ടാണ് ഇവര് ഡ്യൂട്ടി റൊട്ടേറ്റ് ചെയ്ത് അവർ ഡ്യൂട്ടി ചെയ്യുന്നത്. അപ്പൊ എന്താണ് എൻക്വയറിയിൽ എപ്പോഴും എന്താണ് ഡ്യൂട്ടികൾ ഉണ്ടാവും ആർക്ക്? റിസപ്ഷനിസ്റ്റിന്റെ. അവര് 3 ഷിഫ്റ്റ് ആയിട്ടാണ് ഈ ഡ്യൂട്ടികൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നത്. ഇതും ഒരു ചെറിയ ഇടയ്ക്കാണെങ്കിലും റെയർ ആയിട്ടൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഒരു എത്ര ഷിഫ്റ്റ് ആയിട്ടാണ് റിസപ്ഷനിസ്റ്റ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതേമാതിരി തന്നെ ഈ ഒരു റിസോഴ്സ് ഡെസ്കിന്റെയും റോൾ ചെക്കപ്പ് ഡെസ്കിന്റെയും റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്കിന്റെയും അത് വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും ഒരു റോൾ എടുത്ത് തന്നിട്ട് അത് ആരുടെ ഡ്യൂട്ടി ആണെന്നുള്ളത് കാണിക്കാറുണ്ട്. ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് എവിടെയാണ്? റിസോഴ്സ് ഡെസ്കിലായിരിക്കും. ചെക്കപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താണ് ഹെൽത്ത് ചെക്ക് ഡെസ്കിലാണ് വരുന്നത്. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എവിടെയാണ്? റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്കിലാണ്. വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ചോദിക്കാം. ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഒരു ക്ലാസ് കൊണ്ട് തീർക്കാൻ പറ്റിയത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇങ്ങനെ എടുത്താൽ മതിയോ? ഹലോ, നിങ്ങൾക്ക് അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും സംസാരിക്കാട്ടോ. എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, പറഞ്ഞോ. സ്പീഡ് കൂടുതലായിട്ട് തോന്നിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഇല്ല മാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോകാം. ഞാൻ പിന്നെ ഇടയ്ക്ക് നോട്ട് ചെയ്യാം വെക്കാൻ പറയുന്നത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഇനി 2-3 മിനിറ്റ് ഉണ്ട്. ഒന്നുമില്ല എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, ma'am. Thank you, ma'am.